2023-24 വർഷത്തിൽ ഉപജില്ലാ തലത്തിൽ ചോദിച്ച സയൻസ് ക്യൂസിൻ്റെ LP വിഭാഗം ചോദ്യപേപ്പറാണ്. ഈ ചോദ്യപേപ്പർ വായിക്കുന്നതോടൊപ്പം തന്നെ ഏത് ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരും എന്നുള്ളൊരു ധാരണ കൂടി കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യപേപ്പറൂടെ വായിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, പരിസ്ഥിതി ദുരന്തങ്ങൾ പ്രമേയമായി റേച്ചൽ കേഴ്സൺ രചിച്ച സുപ്രസിദ്ധ ഗ്രന്ഥമേത്? നിശബ്ദ വസന്തം എന്നാണ് ഉത്തരം. ഇന്ദുചൂടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളീയനായ പക്ഷി നിരീക്ഷകൻ ആരാണ്? KK നീലകണ്ഠൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. വിരിപ്പ് കൃഷി, മുണ്ടകം കൃഷി, പുഞ്ചകൃഷി എന്നിവ കേരളത്തിലെ ഏത് കൃഷിയുമായി ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നെല്ല്. 2023 ഏത് വർഷമായാണ് UN ആചരിക്കുന്നത്? മില്ലറ്റ് വർഷം അല്ലെങ്കിൽ ചെറുധാന്യ വർഷം. അപ്പോൾ ഈ പ്രാവശ്യം 2024 ചോദ്യമായിരിക്കും വരാൻ സാധ്യത. കുരുമുളകിൻ്റെ ഇലകളിൽ ഏതുതരം സ്ഥിരവിന്യാസമാണ് കാണപ്പെടുന്നത്? ജാലിക. തവളകൾ ജലത്തിലുള്ളപ്പോൾ ഏത് അവയവത്തിൻ്റെ സഹായത്താലാണ് ശ്വസിക്കുന്നത്? ത്വക്ക്. ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുന്ന ദിവസമാണ് അമാവാസി ഉണ്ടാകുന്നത്. അമാവാസി ദിവസത്തിൽ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ എന്നിവയിൽ ഏതായിരിക്കും മധ്യത്തിൽ ഉണ്ടാവുക? അമാവാസി എന്ന് പറഞ്ഞ കറുത്തവാവ് ദിവസം ചന്ദ്രനായിരിക്കും മധ്യഭാഗത്തായിട്ട് ഉണ്ടാവുക. ഒമ്പതാമത്തെ ചോദ്യം, റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ദേശീയപാതകളിൽ AI നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇതിൽ AI മുഴുവൻ പേരെന്താണ്? AIയുടെ മുഴുവൻ പേര് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്നും എഴുതാം. പത്താമത്തെ ചോദ്യം, ഏത് വർഗം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? ഈഡിസ് ഈജിപ്റ്റ്. 11ാമത്തെ ചോദ്യം, ഒരു വിത്ത് മുളച്ച് ബീജമൂലവും ബീജശീർഷവുമായി മാറുന്നതിന് ആവശ്യമായ ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ബീജപത്രം. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ചെറുധാന്യമേത്? 2023 ചെറുധാന്യ വർഷമായിരുന്നു, അതുകൊണ്ടാണ് ആ ചോദ്യം വരാനുള്ള കാരണം. ഉത്തരം പേൾ മില്ലറ്റ്. ISROയുടെ ആദ്യ സൗരപര്യവേക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേരെന്ത്? ആദിത്യ L1 എന്നാണ് ഉത്തരം. ഇതിൽ L കൊടുത്തിട്ടില്ല, ആദിത്യ 1 എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏത്? ആർട്ടിക് ടേൺ. കരിമ്പിൻ്റെ ഏത് സസ്യഭാഗത്താണ് ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത്? കാണ്ഡഭാഗത്താണ് കരിമ്പിൻ്റെ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത്. ഇരവിക്കുളം ദേശീയോദ്യാനം ഏത് ജീവിയുടെ സംരക്ഷണ സങ്കേതമായാണ് അറിയപ്പെടുന്നത്? വരയാട്. ഇരവിക്കുളം ദേശീയോദ്യാനം ഏത് ജില്ലയിലാണെന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. ഇടുക്കിയാണ്. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. അത് വനജയുടെ കാലെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 3 എണ്ണം ഒരുമിച്ച് പഠിക്കാൻ പറ്റും. മാർച്ച് 21 വനജ എന്നുള്ളത് വനദിനം, മാർച്ച് 21. ജല വനജ എന്നുള്ളതിൻ്റെ ജ, മാർച്ച് 22 ജലദിനം. ഇനി കാല് എന്ന് പറഞ്ഞതിൻ്റെ കാലാവസ്ഥാ ദിനം, മാർച്ച് 23. അങ്ങനെ ഒരു കോഡാക്കി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറിപ്പോവില്ല. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമാണ്. ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തത്തിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ഏത് ശാസ്ത്രജ്ഞന്റെ? CV രാമൻ. 20 ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത്? സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം. ഈ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാവാൻ സാധിക്കുന്നത് ശാസ്ത്ര ക്വിസിൽ വരുന്ന പകുതിയിലേറെ ചോദ്യങ്ങൾ നമ്മുടെ പരിസര പഠനത്തിലെ പാഠവുമായി ബന്ധപ്പെട്ട് ഏകദേശം പരിസര പഠനത്തിലെ 8ാം പാഠം വരെയുള്ള പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ നിന്നും ഒരു GK ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്.